രഘു പഴയ വീടുകൾ വാങ്ങി നവീകരിച്ച് വിട്ട് ജീവിക്കുന്ന ആളായിരുന്നു. ഒരു ദിവസം അവന് കേട്ടു, പട്ടണത്തിന് പുറത്തൊരു 100 വർഷം പഴക്കമുള്ള തറവാട് വീട് കുറച്ചു വിലയ്ക്ക് വിൽപ്പനക്കുണ്ടെന്ന്. വളരെ നല്ല ഡീല് തന്നെ, അവന് ചിന്തിച്ചു. വീട് കാണാനെത്തിയപ്പോൾ വലിയൊരു ഇരുട്ട്, പൊടിപിടിച്ച മുറി, മരക്കട്ടകളുടെ ഇടിഞ്ഞ ശബ്ദം. എന്നാലും മേൽക്കൂര മുറിയില് മാത്രം ഒരു വസ്തു. ഒരു പഴയ സ്ത്രീയുടെ ഓയില് പെയിന്റിംഗ്. സ്ത്രീയുടെ കണ്ണുകള് നേരെ നോക്കുന്ന പോലെ. ഇത് ഇവിടെ നിന്ന് മാറ്റണം, വീട്ടുകാര് പറഞ്ഞു. ആ ചിത്രമാണ് എല്ലാവർക്കും പ്രശ്നം സൃഷ്ടിച്ചത്. പക്ഷേ രഘു കേട്ടില്ല. ചിത്രം അലങ്കാരത്തിന് വെച്ചാല് വീടിന്റെ വില കൂടി കിട്ടുമെന്ന് വിചാരിച്ചു. വീട് വാങ്ങി ആദ്യ രാത്രി അവന് ഒറ്റയ്ക്ക് അവിടെ താമസിച്ചു. കാറ്റ് മുഴങ്ങി, വാതിലുകള് അടഞ്ഞു. പെട്ടെന്ന് മേൽക്കൂരയില് കാൽപ്പാടുകളുടെ ശബ്ദം. ടോർച്ച് എടുത്ത് കയറിപ്പോയി. ചിത്രം ഇല്ല. പിന്നെ താഴേക്ക് വന്നപ്പോള് ചിത്രം പഴയ കസേരയില് ഇരിക്കുന്നു. പുഞ്ചിരിയോടെ. സ്ത്രീയുടെ കണ്ണുകളില് ജീവന് പോലെ ചലനം. അന്ന് രാത്രി മുഴുവന് അവന് ഉറങ്ങാന് കഴിഞ്ഞില്ല. രാവിലെ അയൽവാസിയായ ഒരു വയോധിക സ്ത്രീ പറഞ്ഞു, ആ വീട്ടില് നിന്നു കാമാക്ഷി എന്നു പേരുള്ള സ്ത്രീയെ കൊല്ലപ്പെട്ട നിലയില് കണ്ടെത്തിയിരുന്നു. ആരും അറിഞ്ഞിട്ടില്ല ആരാണ് കൊന്നത്. പക്ഷേ അവളുടെ ആത്മാവ് ആ ചിത്രത്തിലാണെന്ന് പറയപ്പെടുന്നു. രഘു വിശ്വസിച്ചില്ല. പക്ഷേ ഓരോ രാത്രിയും ചിത്രം സ്ഥലം മാറി മാറി വരികയും ചുവപ്പന നിറത്തിലുള്ള കണ്ണീര് ചിത്രത്തില് തെളിയുകയും ചെയ്തു. ഒരു രാത്രി രഘു ചിത്രത്തിന് മുന്നില് നിന്നു പറഞ്ഞു, എന്താണ് നീ വേണമെന്ന് പറയുന്നത്? എന്തിനാണ് പിന്നാലെ എത്തുന്നത്? അവളുടെ ശബ്ദം കേട്ടു, എന്റെ കൊലയാളിയെ കണ്ടെത്തി. രഘു ഭയന്നുപോയി. അവന് അന്വേഷിച്ചപ്പോള് രേഖകളില് നിന്ന് തെളിഞ്ഞത് കാമാക്ഷിയുടെ ഭൂമി തട്ടിയെടുത്തത് അവന്റെ തന്നെ വലിയപ്പനായിരുന്നു. കൊലപാതകത്തിന് പിന്നില് അവന്റെ കുടുംബം തന്നെ. അവന് മനസ്സിലാക്കി, ചിത്രം വിറ്റുപോകുന്നതുവരെ ആത്മാവ് അവന്റെ പിന്നാലെ തന്നെയുണ്ടാകും.